ഹലോ എവ്രി വൺ, നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അപ്രീഷിയേറ്റിംഗ് ഡ്രാമ ആൻഡ് തിയേറ്ററിലെ 3rd മൊഡ്യൂളിൽ വരുന്ന ദ ബിയർ ഓർ ദ ബൂർ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേയുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. ഹൂ ഈസ് എലന ഇവനോവ്ന പൊപ്പോവ? പൊപ്പോവ ഒരു ലാൻഡ് ഓണിങ് വിഡോ ആണ്. കൂടാതെ അവളുടെ ചീക്സിൽ ഡിംപിൾസ് ഉണ്ടായിരുന്നു. അവളുടെ ഹസ്ബൻഡിൻ്റെ ഫുൾ നെയിം നിക്കോളായ് മിഖായിലോവിച്ച്. അയാൾ മരിച്ചിട്ട് 7 മാസത്തോളമായി. അതുകൊണ്ട് തന്നെ പൊപ്പോവ അവളുടെ റൂമിൽ മോർണിംഗ് ക്ലോത്ത്സും ധരിച്ച് ബാക്കിയുള്ള കാലം ജീവിക്കാനായിട്ട് തീരുമാനിക്കുന്നു. വൈ ഡിഡ് ലൂക്ക ആർഗ്യൂ വിത്ത് പൊപ്പോവ? ലൂക്ക ഒരുപാട് തവണ പൊപ്പോവയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നെയ്ബേഴ്സിനെ മീറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ അവൾ അതൊന്നും ചെയ്തില്ല. അവൾ അയാളുടെ വേർഡ്സിനെ റിഫ്യൂസ് ചെയ്തു. അവൾ പുറത്തേക്കൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. ലൂക്ക പറയുന്നുണ്ട് ബാക്കിയുള്ള ആളുകളൊക്കെ അവരുടേതായ കാര്യങ്ങളിൽ ഇങ്ങനെ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. എന്നാൽ പൊപ്പോവ മാത്രം അവളുടെ ഹോമിൽ ഇങ്ങനെ മോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന്. ഇതുകൊണ്ടാണ് ലൂക്ക പൊപ്പോവയുടെ അടുത്ത് ആർഗ്യൂ ചെയ്തത്. വാട്ട് ഈസ് ലൂക്കാസ് കമൻറ്റ് ഓൺ പൊപ്പോവാസ് ബ്യൂട്ടി? ലൂക്ക എന്താണ് പൊപ്പോവയുടെ ബ്യൂട്ടിയെക്കുറിച്ച് പറഞ്ഞത്? ലൂക്ക സേസ് പൊപ്പോവ ഇസ് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ വിത്ത് റോസസ് ഓൺ ഹെർ ചീക്ക്. ലൂക്ക പറയുന്നത് പൊപ്പോവ വളരെ യങ് ആണ്, വളരെ ബ്യൂട്ടിഫുൾ ആണ്, കൂടാതെ അവളുടെ ചീക്കിൽ റോസസ് കൂടിയുണ്ട്. പക്ഷെ അയാൾ പറയുന്നുണ്ട് ഈ ബ്യൂട്ടി ഒരിക്കലും നിലനിൽക്കുന്ന ഒന്നല്ല, അഥവാ ഒരുപാട് കാലമൊന്നും നിലനിൽക്കില്ല. 10 years കഴിഞ്ഞ് ഓഫീസേഴ്സിന് മുൻപിൽ ഒരു പെൺമയിലാകാൻ അവൾ ആഗ്രഹിച്ചാലും അവരാരും തിരിഞ്ഞു നോക്കുക പോലുമില്ല എന്നാണ് ഇവിടെ ലൂക്ക പറയുന്നത്. വാട്ട് ഈസ് പൊപ്പോവാസ് കോമെൻറ്റ് അബൌട്ട് ഹെർ മോർണിംഗ്? പൊപ്പോവയുടെ അഭിപ്രായം എന്താണ് അവളുടെ മോർണിംഗിനെ കുറിച്ച്? പൊപ്പോവ പറയുന്നുണ്ട് അവൾ ഒരിക്കലും ഇനി എന്താക്കില്ല, പുറത്തേക്ക് പോയില്ല. ഓൾറെഡി അവളുടെ ലൈഫ് ഒരു എൻഡിലോട്ട് വന്നിട്ടുണ്ട്. അവളുടെ ഹസ്ബൻഡ് ഗ്രേവിൽ കിടക്കുമ്പോൾ അവൾ 4 ചുമർക്കുള്ളിൽ കിടക്കുകയാണ്. അഥവാ അവളെയും ഇങ്ങനെ ഗ്രേവിൽ ബറി ചെയ്ത പോലെയാണ് കാണിക്കുന്നത്. അവൾ സ്വയം അങ്ങനെയാണ് ചിന്തിക്കുന്നത്. സോ അക്കോർഡിംഗ് ടു ഹർ അവളുടെ ഹസ്ബൻഡും അവളും മരിച്ചു പോയിട്ടുണ്ട്. ഹൂ ഇസ് സ്മിർനോവ്? സ്മിർനോവ് അയാളുടെ ഫുൾ നെയിം വരുന്നത് ഗ്രിഗറി സ്റ്റെഫനോവിച്ച് സ്മിർനോവ് എന്നാണ്. അയാളൊരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ളൊരു ലാൻഡ് ഓണറാണ്. കൂടാതെ ഒരു റിട്ടയർഡ് ലെഫ്റ്റനൻ്റ് കൂടിയാണ്. പിന്നീട് പറയുന്നത് 10,000 റൂബിൾസാണ് അയാൾക്ക് ലഭിക്കുന്നത് ഒരു ഇയറിൽ. അയാളുടെ ഒരു ഇൻകം എന്ന് പറയുന്നത് 10,000 റൂബിൾസാണ്. കൂടാതെ മറ്റൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഒരു കോയിൻ എടുത്തിട്ട് അത് എയറിലോട്ട് എറിഞ്ഞിട്ട് അത് താഴേക്ക് വീഴുന്ന സമയത്ത് അയാൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോയിന് ഹോൾ ഇടാനായിട്ട് അയാൾക്ക് കഴിയുമായിരുന്നു. ആ ഒരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് അയാൾക്ക് കുറച്ച് ഹോഴ്സസ് ഉണ്ട്. വൈ ഡിഡ് സ്മിർനോവ് വിസിറ്റ് പൊപ്പോവ? സ്മിർനോവ് പൊപ്പോവയെ കാണാനായിട്ട് വരുന്നത് അയാൾക്കൊരു പലിശ അടയ്ക്കാനുണ്ടായിരുന്നു, മോർഗേജ്. സോ അതിനായിട്ടുള്ള പണം വാങ്ങാനായിട്ടാണ്. സോ ഒരിക്കൽ സ്മിർനോവിൻ്റെ കയ്യിൽ നിന്നും പൊപ്പോവയുടെ ലേറ്റ് ഹസ്ബൻഡ് 1,200 റൂബിൾസ് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അത് തിരികെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി സ്മിർനോവ് പൊപ്പോവയെ വിസിറ്റ് ചെയ്യുന്നത്. വൈ ഡിഡ് സ്മിർനോവ് ചാലഞ്ച് പൊപ്പോവ ടു എ ഡുവൽ? സോ സ്മിർനോവ് ആക്ച്വലി ഒരു ഡുവലിന് ചാലഞ്ച് ചെയ്യുന്നുണ്ട് പൊപ്പോവയുടെ അടുത്ത്. അതെന്തിനായിരുന്നു എന്നാണ് ചോദ്യം. ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം പൊപ്പോവ സ്മിർനോവിനെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആയിരിക്കുന്ന സമയത്ത് അയാൾ പൊപ്പോവയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്ത് റൈറ്റാണ് പൊപ്പോവയ്ക്കുള്ളത് സ്മിർനോവിനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാനായിട്ട്. സോ ആ സമയത്ത് പൊപ്പോവ പറയുന്നുണ്ട് അവൾക്ക് സ്മിർനോവിന് പേടിയില്ല, അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് കേൾക്കുന്ന സമയത്താണ് സ്മിർനോവ് ചാലഞ്ച് ചെയ്യുന്നത്, നീ എന്നാ ഒരു ഡ്യുവലിന് തയ്യാറാണോ എന്ന്, ഒരു ഫൈറ്റിന് തയ്യാറാണോ എന്ന്. വൈ ഡിഡ് സ്മിർനോവ് സേ ദാറ്റ് ഹി ഈസ് നോട്ട് ഇൻറ്റെൻഡിങ് ടു ഷൂട്ട് പൊപ്പോവ? സോ സ്മിർനോവ് പറയുന്നുണ്ട് പൊപ്പോവനെ ഷൂട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളത് അല്ലേ. സോ അതിന് കാരണം എന്താണെന്നാണ് ചോദ്യം. അതിന് കാരണം പൊപ്പോവേനെ ആർക്കിഷ്ടമാവുന്നുണ്ട്? സ്മിർനോവിന് ഇഷ്ടമാവുന്നുണ്ട്. സോ അയാളുടെ ഒരു അവസ്ഥയെ ഒരു റാറ്റ് എങ്ങനെയാണോ റാറ്റ് ട്രാപ്ഡായി പോകുന്നത് അങ്ങനെയാണ് കാണിക്കുന്നത്. അതായത് റാറ്റായിട്ട് ഇവിടെ കാണിക്കുന്നത് സ്മിർനോവിനെയാണ്. പൊപ്പോവയുടെ ആ ഒരു ലവിനെയാണ് ഇവിടെ ട്രാപ്പായിട്ട് കാണിക്കുന്നത്. സോ പൊപ്പോവേനെ
സ്മിർനോവിന് ഭയങ്കര ഇഷ്ടമായി. ആ സമയത്ത് അയാളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റാറ്റ് ഇങ്ങനെ റാറ്റ് ട്രാപ്പായി പോകുന്ന പോലെയാണ്. പിന്നീട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, പൊപ്പോവയുടെ ബ്യൂട്ടിഫുൾ ഐസിന് മുന്നിൽ അയാൾ മരിച്ചു വീണ് കഴിഞ്ഞാലും അയാൾക്ക് സങ്കടം ഉണ്ടാവില്ല, മറിച്ച് അയാൾക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നും കൂടെ പറയുന്നുണ്ട്. അതായത് അവളെ അത്രയും ഇഷ്ടമായി എന്നുള്ളതാണ്. ഹൗ ഡിഡ് പൊപ്പോവ റെസ്പോണ്ട് വെൻ സ്മിർനോവ് എക്സ്പ്രസ്ഡ് ഹിസ് ലവ് ഫോർ ഹർ? സ്മിർനോവ് അയാളുടെ ആ ഒരു ലവ് പ്രകടിപ്പിക്കുന്നുണ്ട്. സോ ആ സമയത്ത് പൊപ്പോവ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത് എന്നാണ് ചോദ്യം. പൊപ്പോവ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അവൾ അയാളുടെ അടുത്ത് പോകാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അയാൾ ഡോറിൻ്റെ അടുത്തേക്ക് പോവാണ്. ആ സമയം പൊപ്പോവയ്ക്ക് അയാളൊന്ന് സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. അങ്ങനെ ലാസ്റ്റിലോട്ട് നമ്മൾ കാണുന്നത് സ്മിർനോവും പൊപ്പോവയും ഒരു നെർവസ്ലി ലോങ് കിസ് ചെയ്യുന്നതാണ്. വൈ ഡിഡ് പൊപ്പോവ ഇൻസ്ട്രക്ട് ലൂക്ക ടു നോട്ട് ഗിവ് ടോബി എനി ഓഡ്സ് അറ്റ് ഓൾ? സോ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാണുന്നത് പൊപ്പോവ ലൂക്കയുടെ അടുത്ത് ടോബിക്ക് ഓട്സ് കൊടുക്കാനായിട്ട് പറയുന്നതാണ്. ടോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊപ്പോവയുടെ ലേറ്റ് ഹസ്ബൻഡിൻ്റെ ഒരു ഹോഴ്സാണ്. സോ അതിന് ഓട്സ് കൊടുക്കാനായിട്ട് പൊപ്പോവ പറയുന്നുണ്ടായിരുന്നു. കാരണം അവൾക്ക് അവളുടെ ആ ഒരു ലേറ്റ് ഹസ്ബൻഡിന് ഓർമ്മ വന്നു. ലേറ്റ് ഹസ്ബൻഡ് മജസ്റ്റിക്കലി ആ ഒരു ടോബിൻ്റെ മേലെ ഇരുന്ന് റൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവൾ ആദ്യം ടോബിക്ക് ഓട്സ് കൊടുക്കാനായിട്ട് ലൂക്കയുടെ അടുത്ത് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അവൾ ഡിസൈഡ് ചെയ്തിട്ടുള്ളത് സ്മിർനോവിനെ ലവ് ചെയ്യാനാണ്. സോ അതുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെ ലേറ്റ് ഹസ്ബൻഡിനെ മറക്കണമായിരുന്നു, ടോബിനെയും മറക്കണമായിരുന്നു. കാരണം ടോബി അവളുടെ ലേറ്റ് ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ഹോഴ്സായിരുന്നു. സോ അതുകൊണ്ടാണ് ലൂക്കയുടെ അടുത്ത് ടോബിക്ക് ഇനി ഓട്സ് കൊടുക്കണ്ട എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ് റിമൈനിങ് ആയിട്ടുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. വീഡിയോ മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോക്കായിട്ട്. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.